മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ശിഷ്യത്വമായിട്ട് ബന്ധപ്പെട്ട എലീശയുടെ ജീവിത പശ്ചാത്തലവും എലീശയുടെ ക്യാരക്ടർ സ്റ്റഡിയുമാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾ വാച്ച് ചെയ്യാത്തവർ ആ യൂട്യൂബ് ചാനൽ പോയിട്ടത് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് ഹി റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രസൻസ്, അവൻ്റെ സാമീപ്യം എല്ലാ സമയവും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ ടീച്ചിങ് ആയിട്ട് അവൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു. മൂന്നാമത് പ്രാക്ടിക്കൽ കൺസേൺ ഓഫ് പീപ്പിൾസ് ഫിസിക്കൽ നീഡ്സ്. ആളുകളുടെ ഫിസിക്കൽ നീഡ്സിനുള്ള പ്രാക്ടിക്കൽ കൺസേൺ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവൻ മാറി ഒഴിഞ്ഞു പോകുന്നതല്ലായിരുന്നു. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, വെള്ളം അഴുക്കായി കുടിക്കാൻ വയ്യാത്ത വെള്ളം വന്ന കേസിൽ അവന് അതിൽ ഉപ്പ് ഇട്ടത് ശുദ്ധീകരിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. 2 രാജാക്കന്മാർ 3-നകത്ത് അതുപോലെ തന്നെ രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ വെള്ളമില്ലാതെ വന്ന അവസ്ഥയിൽ അവൻ്റെ വാക്ക് പറഞ്ഞു, നിങ്ങൾ കുഴി കുത്താൻ പറഞ്ഞു. കുഴി കുത്തി അതിൽ അവർ ജയിക്കുക മാത്രമല്ല, മോവാബിനെ തോൽപ്പിക്കാനും, അവർക്ക് വെള്ളം കിട്ടുക മാത്രമല്ല, മോവാബ് രാജാവിനെ തോൽപ്പിക്കാനും അതിൽ നിന്ന് സാധ്യമായി തീർന്നു. മൂന്നാമതൊരു ഉദാഹരണം പറഞ്ഞത് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലെ സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ഡെപ്റ്റ്. കടം വന്നിരിക്കുന്നു. ഭർത്താവിൻ്റെ കടം, ഭാര്യ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് പോയപ്പോഴേ വീട്ടിലുള്ള സാധനം എന്താ വെച്ചാൽ എണ്ണയായിരുന്നു. എണ്ണയിൽ നിന്ന് മറ്റുള്ള വീട്ടിൽ നിന്ന് ഭരണികൾ വാങ്ങിച്ചത് നിറച്ച് ആ എണ്ണ വിറ്റ് അതിൽ നിന്ന് കടം വീട്ടുവാനായിട്ട് അവരെ സാധ്യമായി. 3 കാര്യങ്ങളാണ് പറയുന്നത്. 4-ാമത് ഹി വാസ് അപ്രോച്ചബിൾ. നമുക്കറിയാം, ഇത് തന്നെ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ പറയാം. ആളുകളോട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് കാണാം. സോൾജിയേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നു, വിഡോസുമായിട്ട് ഡീൽ ചെയ്യുന്നു, മാരീഡ് കപ്പിള്, സ്റ്റുഡൻസ്, പ്രോഫറ്റ്സ്, കിങ്സ്, എല്ലാമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എലീശയ്ക്കുണ്ടായിരുന്നു. സോ നമുക്കൊരു കാര്യം ഇതിൽ മനസ്സിലാവും, അവൈലബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എബിലിറ്റി. പല ആളുകളും ഇന്ന് ചിന്തിക്കുന്നത് ഞാൻ പ്രാപ്തനാണ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ ചെയ്യും എന്നുണ്ടെങ്കിലും അവരൊന്നും ചെയ്യത്തില്ല. എന്നാൽ ദൈവം നമ്മളെ എംപവർ ചെയ്യുമ്പോഴേ, നമ്മളൊരു കഴിവുമില്ല, ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവം നമ്മളെ എംപവർ ചെയ്യുമ്പോഴേ, ദൈവത്തിൻ്റെ സനയിൽ അവൈലബിൾ ആകുമ്പോൾ ദൈവം കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. പലപ്പോഴും ഇന്ന് രാവിലെയും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, എപ്പോഴും ഈ യൂട്യൂബ് ചാനലിലും വീഡിയോയിലും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആർഗ്യുമെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഒരാൾ പറയുന്നത് ഞാൻ പറയുന്നതാണ് ശരി, ഇതെല്ലാം ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്തും അതുപോലെ ശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും ബിഗ് ബാങ് തിയറിയെക്കുറിച്ചും ബൈബിളിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആർഗ്യുമെൻ്റ് കൊണ്ട് ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നുള്ളതിനപ്പുറമായിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് വലിയൊരു ഒരു ആൻസർ അതിലൊന്നും വരുന്നില്ല. പലപ്പോഴും ചില ആളുകൾക്കൊന്നും ഉത്തരം മുട്ടി നിൽക്കുന്നു ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അപ്രോച്ചബിൾ ആകുമ്പോഴേ ദൈവം നമ്മളെ സഹായിക്കും. ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ. ഇന്ന് പലപ്പോഴും ശിഷ്യത്വത്തിൽ കാണുന്ന ഇതാണ്, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് നീഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളായാലും അവരെ നമ്മൾ അപ്രോച്ചബിൾ ആണെങ്കിൽ, നമ്മുടെ അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം, കമ്മ്യൂണിക്കേഷൻ നല്ലതാണെങ്കിൽ ആളുകൾ നമ്മുടെ അരികിലേക്ക് വരുന്നതായിട്ട് കാണാം. സോ വി ഷുഡ് ബി അപ്രോച്ചബിൾ. ഇവിടെ എലീശ അപ്രോച്ചബിൾ ആയിരുന്നു. അടുത്ത നമുക്കറിയാം, ഈ ആളുകളൊക്കെ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതായിട്ടുള്ള പ്ലാനിങ്, തിങ്കിങ് പ്രോസസ്സും ഒക്കെ പോയി ഫെയിലായി പോകുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും അവർ ആ മുഖവിലേക്ക് എടുക്കാതെ അവരുടേതായിട്ടുള്ള വിവേകത്തിൽ ഊന്നിക്കൊണ്ടുപോയി ഫെയിലാവുന്നതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നാൽ അതൊക്കെ തന്നെ പേഷ്യൻ്റായിട്ട് ഫേസ് ചെയ്യുകയും ആ ഇനാഡിക്വസീസിൽ, മറ്റുള്ളവർ ഫെയിൽ ചെയ്യുന്ന ഇനാഡിക്വസീസിൽ അവരെ എൻകറേജ് ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു എലീശയ്ക്കുണ്ടായിരുന്നു. ഇതേ കാര്യം ബർന്നബാസിനുണ്ടായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ എടുത്തു നോക്കുമ്പോൾ ബർന്നബാസാണ് ശരിക്കും ശൗലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈവൻ മർക്കോസുമായിട്ടുള്ള ഇഷ്യൂസ് വന്നപ്പോൾ പോലും മർക്കോസിനെയും പിടിച്ചു കൊണ്ടുവന്ന ബർന്നബാസ്. അതുകൊണ്ടാണ് ബർന്നബാസിൻ്റെ പേര് തന്നെ എൻകറേജർ, അല്ലെങ്കിൽ ആളുകളെ
എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എലിശയും ഹി വാസ് എ പേഷ്യൻ്റ് വിത്ത് ഇന്നാഡിക്വസീസ് ആൻഡ് ഫെയിലിംഗ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഫെയിലിങ്ങിൽ, അവരുടെ ഇന്നാഡിക്വസീസിൽ എലിശ കൺസേൺഡ് ആയിരുന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളത് വായിച്ചു നോക്കണം. അതിനകത്ത് വായ്പ വാങ്ങിയ കോടാലി ഊരി വെള്ളത്തിൽ വീഴുന്നൊരു കാര്യം അതിൽ പറയുന്നു. മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ അത് വായ്പ വാങ്ങിയ കോടാലിയാണ്, അവർക്ക് ഫെയിൽഡായി. എങ്ങനെയാണ് അത് എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. അത് എലിശ അത് സഹായിക്കുന്നു. എലിശ സ്പെസിഫിക്കായിട്ട് അത് വീണ സ്ഥലം പറഞ്ഞ് അവിടെ നിന്ന് എടുപ്പിക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പർട്ടിക്കുലറായിട്ടൊരു കഴിവ് അനോയിൻറ്റിങ് കൊണ്ടായിരിക്കാം, അത് അങ്ങനെയാണ് എലിശ അത് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അവരുടെ ഫെയിലിങ്ങിൽ, അവരുടെ തോൽവിയിൽ അവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരാമ്യർ ഇസ്രായേലിനെ വീണ്ടും യുദ്ധത്തിന് വരുന്നൊരു ഭാവം 6-ാം അധ്യായത്തിലുണ്ട്. അതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എലിശ അതിനകത്ത് ഇടപെട്ടു. അവരെല്ലാം അന്ധത പിടിച്ചു. അവർക്കൊന്നും കണ്ണു കാണാൻ വയ്യാത്ത പോലെയായി. കണ്ണു കാണാൻ വയ്യാത്തപ്പോൾ അവരെ വേണമെങ്കിൽ വെട്ടിക്കൊല്ലാമായിരുന്നു. എന്നാൽ എലിശ അതൊന്നും ചെയ്തില്ല. അവരോട് ക്ഷമയോടുകൂടി അവരെ വിളിച്ച് അവർക്ക് ഫീസ്റ്റ് കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വിട്ടു. എലിശയുടെ കൺസേൺ ആളുകൾ ഇന്നാഡിക്വസി, അവരെ വെട്ടിക്കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ കൊന്നുകളയാമായിരുന്നു. എന്നാൽ ദൈവം ഇടപെട്ട് അവരെ കരുണയോടുകൂടി വിടുവാനായിട്ട് ഇടവന്നതായിട്ട് നമ്മൾ കാണുന്നു. സോ 5-ാമത്തെ കാര്യം, ഹി വാസ് പേഷ്യൻ്റ് വിത്ത് ദ ഇൻഅഡ്വക്കസീസ് ആൻഡ് ഫെയിലിംഗ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കുറവിൽ അല്ലെങ്കിൽ ഇൻഅഡ്വക്കസീസിൽ പേഷ്യൻ്റായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എലിശ. അടുത്ത, ഹി ഫെസിലിറ്റേറ്റഡ് സ്പിരിച്വൽ ഗ്രോത്ത് ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ ആത്മീയ വർധനവിന് വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, ആ സമയത്ത് കൂടുതൽ ആളുകൾ, ദൈവഹോവയെ അറിയുന്നവർ കുറച്ച് പേരേ ഉള്ളല്ലോ. കൂടുതൽ ആളുകൾ അന്ന് ഏലിയാവ് പറഞ്ഞ ഞാൻ മാത്രമേ ഉള്ളെന്ന്. അന്നേരം ദൈവം പറഞ്ഞ അല്ല, ദൈവത്തെ അറിയാവുന്ന കുറേ പേരവിടെ ഉണ്ട്. എത്ര 4500 5000 പേരവിടെ ഉണ്ട് എന്ന് ദൈവം പറയുന്നുണ്ട്, ഏലിയാവിനോട് പറയുന്നുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ ബാലിനെയും ഈ പ്രതിമയൊക്കെ, ബാലിൻ്റെ വിഗ്രഹത്തെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യാനായിട്ട്, ആളുകളെ കർത്താവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടവരുത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എലിശയുടെ. കർത്താവിൽ വിശ്വസിക്കാൻ കാരണം എന്താണ്? എലിശയാണ്. എന്നാൽ ആ ഒരു രീതിയിൽ ഒരു കർത്താവിലേക്ക് നടത്തുന്ന ചാനലായി തീരുന്ന ആ ഒരു ശിഷ്യൻ ഇന്നത്തെ വേൾഡ് ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തെ അറിയുന്ന ആളുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. കാരണം പ്രത്യേകിച്ചും എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നു, സയൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോഴേ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പല ആളുകൾ ഇപ്പം യൂസ് തന്നെ കൂടുതലും എത്തിസ്റ്റ് ആയിക്കൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുമ്പോഴേ ഇപ്പം ഇനിയും നമ്മൾ സൂര്യനിലേക്ക് പോകാനുള്ള പ്രയാണത്തിലാണ് മനുഷ്യൻ. നമ്മൾ ചൊവ്വയെ കീഴടക്കി, ചന്ദ്രനെ കീഴടക്കി, ഇനിയും അടുത്ത നെക്സ്റ്റ് സൂര്യനെ കീഴടക്കാനായിട്ട് പോവാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ദൈവത്തിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനൊരു സ്ഥലത്ത് ഇവിടെയും അതുപോലെ തന്നെ എലിശ ആത്മീയ വർധന വരുത്താനായിട്ട് ഏലിയാവിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടവന്നു എന്ന് മനസ്സിലാക്കുന്നു. ഡു വി എൻകറേജ് അതേഴ്സ്? നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് 6 കാര്യങ്ങൾ പറഞ്ഞു. 7-ാമത്തെ ഒരു കാര്യം കൂടി എലിശയെക്കുറിച്ച് പറയാനായിട്ടുള്ള, ഹീ ഡിഡ് നോട്ട് സെറ്റ് ലിമിറ്റ് വാട്ട് ഗോഡ് ക്യാൻ ഡു. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റ് ചെയ്യാറില്ല. ഇന്ന് പല കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കത്തില്ല, നമ്മുടെ ജീവിതത്തിൽ പോലും. നേരത്തെ പറഞ്ഞാണ്, ആ ശൂലംകാരത്തിയുടെ മോനെ ജീവനിലേക്ക് കൊണ്ടുവന്നു, മരിച്ചു കിടക്കുന്ന എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്നു.
ഇറ്റ് വാസ് ഒരു ഇമ്പോസിബിൾ ടാസ്കായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഇടപെട്ടു. ദൈവം ഇടപെട്ടിട്ട് എലീശയ്ക്ക് അറിയാമായിരുന്നു. എലീശ ലിമിറ്റ് ചെയ്തില്ല, ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും ലിമിറ്റ് ചെയ്തില്ല. നേരത്തെ പറഞ്ഞ ഇരട്ടി ശക്തി, ഡബിൾ പോർഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ്. ഏലിയായുടെ കിട്ടിയതിൻ്റെ ഇരട്ടി ശക്തി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ച എലീശ മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള വലിയ കോൺഫിഡൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ. അത് മാത്രമല്ല, എലീശയുടെ ജീവിതത്തിൽ വേറൊരു സംഭവം, ഒരു അത്ഭുതം ഉണ്ടായി. എലീശയുടെ മരണത്തിന് ശേഷവും വലിയൊരു അത്ഭുതം ഉണ്ടായിട്ട് കാണും. 2 രാജാക്കന്മാർ 13:21 മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ മുഖാന്തരം മരണപ്പെട്ടവർ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് എലീശയുടെ കബറിൽ അല്ലെങ്കിൽ എലീശയുടെ കുഴിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവൻ വെച്ചു. എലീശ മരിച്ചു കഴിഞ്ഞിട്ടും അത്ഭുതം നടന്നു എന്നുള്ള. മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ മുഖാന്തരം മരണപ്പെട്ടവരെ ഉയർക്കാനായിട്ട് കാരണമായി തീർന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സോ ഹി ഡിഡ് നോട്ട് സെറ്റ് ഹിസ് ലിമിറ്റ് വാട്ട് ഗോഡ് ക്യാൻ ഡു. ഇന്ന് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ എഴുതി പ്ലാൻ ചെയ്തങ്ങ് കൊടുത്ത് ഒപ്പിട്ടങ്ങ് കൊടുത്തിരിക്കുക. ദൈവമേ നീ ഇങ്ങനെ നടത്തിക്കോണം. എന്നാൽ അതിന് മുമ്പിൽ ബ്ലാങ്കായിട്ടുള്ള ഒരു പേപ്പറിൻ്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കർത്താവേ നിനക്കിഷ്ടമുള്ളത് എഴുതിക്കൊള്ളൂ എന്ന് പറയുമ്പോഴേ അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമാകുന്നത്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച 7 കാര്യങ്ങളാണ് ഡിസൈപ്പിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എലീശയുടെ ജീവിതത്തിൽ നിന്നുള്ള 7 പോയിന്റുകളാണ് പറഞ്ഞത്. അത് നമുക്കും അത് പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളാണ്. പഴയ നിയമത്തിലുള്ള കാര്യമാണെങ്കിലും പുതിയ നിയമത്തിലും ഇതേ ക്യാരക്ടേഴ്സാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിലും അതുപോലെ യേശു പഠിപ്പിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ. ഹി റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. 2ാമത്, ടീച്ചിങ് അനുസരിച്ച് ജീവിച്ചു. വാക്കും പ്രവൃത്തിയും ഒരുപോലെ തന്നെയായിരുന്നു. മനുഷ്യരുടെ ഫിസിക്കൽ നീഡ്സിന് കൺസേണോടുകൂടിയാണ് എലീശ പ്രവർത്തിച്ചത്. 3ാമത്തെ കാര്യം. 4 ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 5ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ഫെയിലിങ്ങിൽ, കുറവുകളിൽ അവരോട് ചേർന്ന് നിൽക്കുകയും പേഷ്യൻ്റായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം, ഒരു വ്യക്തിത്വമായിരുന്നു. 6ാമത്, മറ്റുള്ളവർക്ക് വേണ്ടി സ്പിരിച്വൽ ഗ്രോത്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എലീശ. 7ാമത് പറഞ്ഞ് ദൈവത്തെ ഒരിക്കലും ദൈവത്തെ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള 7 ക്യാരക്ടർ ഡിസൈപ്പിൾഷിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ആണ്. ശിഷ്യത്വത്തിൽ ദൈവം ഇന്നും നമ്മളെ വിളിച്ച് ശിഷ്യത്വത്തിലേക്ക് ആക്കിയിരിക്കുക. നമ്മളിതൊക്കെ പ്രദർശിപ്പിക്കുന്നവരാണോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡിലായിട്ട് 2 എപ്പിസോഡിലായിട്ട് നമ്മൾ 15-20 മിനിറ്റല്ലേ നമ്മൾ പറയാറുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയത്തിനകത്ത് വെച്ച് എലീശയുടെ ചില ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. ഇന്ന് ക്രിസ്തീയ ശിഷ്യത്വത്തിനകത്ത് ഇതുപോലുള്ള ഗുണമേന്മകൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഈ പറഞ്ഞ പോലെ ലോകത്തിൽ ജീവിക്കുമ്പോൾ കറ പുരളുകയും മാലിന്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. എന്നാൽ കറ പുരളുകയാണ്, കറയ്ക്കകത്ത് കിടന്ന് എൻജോയ് ചെയ്യല്ല. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും ഹിപ്പോക്രസി ഇല്ലാതെ ജീവിക്കുകയും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ട് എവിടെയാണ് ഹിപ്പോക്രസി വരുന്നത്? പണവുമായിട്ട് ബന്ധപ്പെട്ടും പൊസിഷനായിട്ട് ബന്ധപ്പെട്ടുമാണ് ഹിപ്പോക്രസി വരുന്നത്. അത് ഈ ഉള്ള കാര്യങ്ങൾ എലീശ വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നത്. ഇത് നമുക്ക് അന്വർത്ഥമാക്കാം, നമ്മുടെ ജീവിതത്തിലും ഇത് അന്വർത്ഥമാക്കാം. ഇനി കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഏത് രീതിയിലാണുള്ള ഡിസൈപ്പിൾഷിപ്പ് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും ദൈവം ഇന്നത്തെ ഈ വചന കേൾവി കൊണ്ട് നമ്മളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ചില അസുഖങ്ങളൊക്കെ ദൈവം ഒന്ന് വിടുവിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത് കണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് എലീശയുടെ ക്യാരക്ടേഴ്സ് ഞങ്ങൾ പഠിച്ചല്ലോ. ദൈവമേ, ഇത് ഞങ്ങളിലും ഈ സ്വഭാവമേന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം നീ വിളിച്ചിരിക്കുക കർത്താവ്, നിൻ്റെ വേല ചെയ്യുവാൻ.
നിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ ആയിരുന്നല്ലോ കർത്താവേ, മറ്റുള്ളവരെ ശിഷ്യരാക്കുവാനായിട്ട്. ആ വലിയ പ്രക്രിയയിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. നിൻ്റെ വലിയ വേലയിലെ ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നീ ഏത് രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തോ ആ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ കർത്താവേ, ഇത് ഞങ്ങളിലെ വീണ്ടും വർക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പോയിൻറ്റ്സുകളൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളായിരിക്കുന്ന ചിലരെ ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില പ്രയാസങ്ങൾ, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ദൈവസന്നിധിയിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു വിടുതൽ ദൈവം നിങ്ങൾക്ക് തരും. ഇതൊക്കെ വലിയ ക്രിയേറ്റീവ് മിറക്കിൾസാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ഇന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ആ ശൂനോക്കാരത്തിയുടെ മകനെ ദൈവം ഉയർപ്പിച്ചെങ്കിൽ അത്രയും വലിയ ശക്തിയുള്ള ദൈവത്തിന് നമ്മുടെ ഒരു കിഡ്നിയിലെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു പ്രയാസമുള്ള കാര്യം, അത് മാറ്റിക്കളയാനായിട്ട് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് വിട്ടുകൊടുക്കുമോ? നിങ്ങൾ ചില ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുമോ? തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ, കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രയാസങ്ങളിലും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ലിവറിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ ഇന്ന് വിടുവിക്കപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു റിലീസ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ദൈവം തരും. ചില ദിവസങ്ങളിലൊക്കെ വലിയ പ്രയാസം, സിറോസിസ് പോലുള്ള ചില പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ചിലരെയൊക്കെ ദൈവം വിടുവിക്കുന്നു. ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അതിൽ പറയുന്ന നമ്പറിലേക്ക് അയച്ചു തരികയും നിങ്ങളുടെ സജഷൻസ് അയച്ചു തരികയും ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.